Hello guys, welcome back to my channel G Sports Official. So Kannur Warriors FC vs Thrissur Magic FC ഫൈനൽ മത്സരത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അതിന്റെ മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നയാളാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം കണ്ണൂർ വാരിയേഴ്സ് എഫ് സിയും അതുപോലെ തന്നെ തൃശ്ശൂർ മാജിക് എഫ് സിയും ഗ്രൂപ്പ് സ്റ്റേജിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് ഫൈനലിലേക്ക് മുന്നേറിയത്. കഴിഞ്ഞ സീസണിലേക്ക് നോക്കുമ്പോൾ തൃശ്ശൂർ മാജിക് എഫ് സിയുടെയും കണ്ണൂർ വാരിയേഴ്സിനും തൃശ്ശൂർ മാജിക് എഫ് സിയുടെയും ഹോം മത്സരങ്ങൾ അവിടെ കളിച്ചിരുന്നത്. കണ്ണൂർ വാരിയേഴ്സ് മലപ്പുറത്തും തൃശ്ശൂർ മാജിക് എഫ് സി മലപ്പുറത്തും അതുപോലെ തന്നെ കണ്ണൂർ വാരിയേഴ്സ് കാലിക്കറ്റ് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലുമായിരുന്നു മത്സരങ്ങൾ കളിച്ചിരുന്നത്. എന്നാൽ ഈ സീസണിലേക്ക് വരുമ്പോൾ കണ്ണൂരിനും അതുപോലെ തന്നെ തൃശ്ശൂരിനും ഒരു ഹോം സ്റ്റേഡിയം ലഭിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റേഡിയം കണ്ണൂരിന്റെ മാച്ചുകൾ കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലും അതുപോലെ തന്നെ തൃശ്ശൂർ മാജിക് എഫ് സി തൃശ്ശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലുമായിരുന്നു കളിച്ചിരുന്നത്. എന്തായാലും ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ തൃശ്ശൂർ മാജിക് എഫ് സിയുടെ കോച്ച് ആൻഡ്രെ ചെർണോവിക് നമുക്കറിയാം ISL മുഹമ്മദീൻ സ്പോർട്ടിംഗ് ക്ലബിനൊക്കെ പരിശീലിപ്പിച്ച മികച്ച പരിചയസമ്പന്നനായ ഒരു കോച്ച് കൂടിയാണ് ആൻഡ്രെ ചെർണോവിക്കിന്റെ കീഴിൽ മികച്ച പ്രകടനമാണ് തൃശ്ശൂർ മാജിക് എഫ് സി ഈ സീസണിൽ കാഴ്ചവെച്ചത്. അവരുടെ മലയാളി താരമായ കെവിൻ അതുപോലെ തന്നെ നവീൻ കൃഷ്ണ ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ മികച്ച പ്രകടനമാണ് ഈ സീസണിൽ തൃശ്ശൂർ മാജിക് എഫ് സിക്ക് വേണ്ടി കാണാൻ സാധിച്ചത്. ഇനി കണ്ണൂർ വാരിയേഴ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം മലയാളി താരം സിനാൻ മികച്ച പ്രകടനമാണ് അണ്ടർ 23 താരമായ മുഹമ്മദ് സിനാൻ ഈ സീസണിൽ കാഴ്ചവെക്കുന്നത്. മികച്ച രീതിയിലുള്ള പെർഫോമൻസ് സിനാന്റെ ഭാഗത്തു നിന്നും കണ്ണൂർ വാരിയേഴ്സ് എഫ് സിക്ക് വേണ്ടി നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ സ്ട്രൈക്കറായ അസീർ ഗോമസ് മികച്ച പ്രകടനമാണ് അസീർ ഗോമസിന്റെ ഭാഗത്തു നിന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി കണ്ണൂർ വാരിയേഴ്സ് എഫ് സിയുടെ കോച്ചിന്റെ കാര്യത്തിലേക്ക് വരികയാണ്. മാനുവൽ സാഞ്ചസ് മുറ എന്ന് പറയുന്ന കോച്ചാണ് കണ്ണൂർ വാരിയേഴ്സ് എഫ് സിയെ പരിശീലിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ കീഴിൽ മികച്ച പ്രകടനം ഈ സീസണിൽ ഉടനീളം കണ്ണൂർ വാരിയേഴ്സ് എഫ് സിക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. സോ നിങ്ങൾക്ക് എന്താണ് കണ്ണൂർ വാരിയേഴ്സിന്റെ ഇതുവരെയുള്ള പ്രകടനം കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിൽ എഴുതിയേക്കാവുന്നതാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ മാജിക് എഫ് സിയുടെ പ്രകടനം കണ്ടതിന് ശേഷമുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ എഴുതിയേക്കുക. മാത്രമല്ല കഴിഞ്ഞ സീസണെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കണ്ണൂർ വാരിയേഴ്സ് എഫ് സിയും അതുപോലെ തന്നെ തൃശ്ശൂർ മാജിക് എഫ് സിയും വളരെ മികച്ച പ്രകടനം എന്നതിലുപരി കഴിഞ്ഞ സീസണിൽ കണ്ണൂർ വാരിയേഴ്സ് എഫ് സിക്കും അതുപോലെ തന്നെ തൃശ്ശൂർ മാജിക് എഫ് സിക്കും ഹോം സ്റ്റേഡിയം ലഭിച്ചിരുന്നില്ല. എന്നാൽ ഈ സീസണിലേക്ക് വരുമ്പോൾ കണ്ണൂർ വാരിയേഴ്സിനും അതുപോലെ തന്നെ തൃശ്ശൂർ മാജിക്കിനും ഈ സീസണിൽ ഹോം സ്റ്റേഡിയം ലഭിച്ചിട്ടുണ്ട്. ഈ ഹോം സ്റ്റേഡിയം ഫൈനൽ മത്സരം നടക്കാൻ പോകുന്നത് ജവഹർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ്. ആ ഹോം മാച്ചിന്റെ ആനുകൂല്യം കണ്ണൂർ വാരിയേഴ്സ് മുതലെടുക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് ഫൈനൽ മത്സരം കണ്ടു തന്നെ അറിയാം. സോ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് കിരീടം ചൂടുക എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിൽ എഴുതിയിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മാച്ച് സ്കോർ പ്രൊഡിക്ഷൻ ഒക്കെ പറ്റുമെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിൽ എഴുതിയിരിക്കാവുന്നതാണ്. സോ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.